ഹായ്, എൻ്റെ പേര് ഗോകുൽ. ഞാനാണ് ഇവിടെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഹാൻഡിൽ ചെയ്യുന്നത്. സബ്ജക്റ്റിനെ പറ്റി പറയാം. ആദ്യം ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണിത് അല്ലേ. കഴിഞ്ഞൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ഓൺ ആൻ ആവറേജ് എത്ര മാർക്ക് ചോദിക്കാറുണ്ട്? 12 മാർക്ക് വരുന്ന ഒരു സബ്ജക്റ്റാണിത്. ഏകദേശമാണ് കേട്ടോ. ഈ 12 എന്നുള്ളത് ചില വർഷങ്ങളിൽ 13 ആവാം, ചില വർഷങ്ങളിൽ 11 ആവാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ 12-ൽ 12 വാങ്ങിക്കാം എന്നുള്ളതാണ്. എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ സിമ്പിളായി മൊത്തം മാർക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ ഉറപ്പ് തരുന്നു, 12-ൽ 12 വാങ്ങിക്കാവുന്ന രീതിയിലേക്ക് നിങ്ങളെ ഉയർത്താനായിട്ട് എനിക്ക് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സബ്ജക്റ്റിന്. എന്താണെന്നറിയോ? ഇത് സെക്കൻഡ് പേപ്പറായിട്ടും നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. മെയിൻ പേപ്പേഴ്സിൻ്റെ കൂടെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഒരു സെക്കൻഡ് പേപ്പറായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യനും കൂടിയാണ്. എലിവേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഡേറ്റ ഫോർ എ പ്ലേസ് ഈസ് ടാബുലേറ്റഡ് ബിലോ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അറ്റ് 4 meter elevation, temperature is 21.25 degrees Celsius. And at an elevation of 444 meter, temperature is 15.7 degrees Celsius. Based on the above data, lapse rate is referred as. അത് സൂപ്പർ അഡിയാബാറ്റിക് ആണോ, സബ് അഡിയാബാറ്റിക് ആണോ, ന്യൂട്രൽ ആണോ, ഇൻവേർഷൻ ആണോ എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഈ ഡേറ്റ അനുസരിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ലാപ്സ് റേറ്റ് എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലാപ്സ് റേറ്റ് എന്താണെന്നൊരു ധാരണ വേണം. 2 തരത്തിലുള്ള ലാപ്സ് റേറ്റ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ആദ്യമേ എന്താണ് ലാപ്സ് റേറ്റ് എന്ന് പഠിക്കാം. എന്താണ് ലാപ്സ് റേറ്റ്? എന്താണ് ലാപ്സ് റേറ്റ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്, അതിനെയാണ് നമ്മൾ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. എന്താ? dT/dz, റേറ്റ് ഓഫ് ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങളെല്ലാവരും മൂന്നാറൊക്കെ പോയിട്ടുണ്ടാവില്ലേ? അതും അല്ലെങ്കിൽ ലഡാക്കിൽ പോയിട്ടുണ്ടാവില്ലേ? ഇല്ലേ? അപ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ അത്യാവശ്യം തണുപ്പുള്ള മേഖലയാണ്. എന്തുകൊണ്ടാണ് അവിടെ തണുപ്പ്? മുകളിലോട്ട് എലിവേഷൻ കൂടുന്തോറും, ഹിൽ സ്റ്റേഷനൊക്കെ ആകുമ്പോഴത്തേക്കും എലിവേഷൻ കൂടുതലായിരിക്കും. എലിവേഷൻ കൂടുന്തോറും അവിടുത്തെ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് കുറവാകും. അത് മുകളിലോട്ട് പോകും തോറും ടെമ്പറേച്ചർ വീണ്ടും കുറഞ്ഞേ വരും. അപ്പോൾ ഏതായാലും ചുമ്മാ കുറയുമല്ല. ഇത്ര കിലോമീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്ര മീറ്റർ മുകളിലോട്ട് പോകുമ്പോൾ ഇത്ര ഡിഗ്രി സെൽഷ്യസ് കുറയും എന്നൊക്കെ വ്യക്തമായ കണക്കുണ്ട്. എന്തായാലും അതിനെയാണ് എന്ത് പറയുന്നത്? ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ലാപ്സ് റേറ്റ് നമുക്ക് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാ? ഒന്ന് അഡിയാബാറ്റിക് ലാപ്സ് റേറ്റ്. മറ്റൊന്ന് എൻവയോൺമെന്റൽ ലാപ്സ് റേറ്റ്. ഒന്ന് അഡിയാബാറ്റിക് ലാപ്സ് റേറ്റ്, മറ്റൊന്ന് എൻവയോൺമെന്റൽ ലാപ്സ് റേറ്റ്. ഇതിനെ നമ്മൾ ALR എന്ന് പറയും, ഇതിനെ ELR. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടിനെ പറ്റിയും കൂടെ ഒന്ന് അറിയണം. പെട്ടെന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. എന്താണ് ALR? ALR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് മുകളിലേക്ക് ഇത്ര കിലോമീറ്റർ പോയാൽ ഇത്ര ഡിഗ്രി സെൽഷ്യസ് കുറയും എന്ന ഒരു കോൺസ്റ്റന്റ്. അതാണ് ഈ ALR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് സ്ഥലം അനുസരിച്ച് മാറത്തില്ല, അതുപോലെ സമയം അനുസരിച്ച് മാറത്തില്ല. ഇപ്പോൾ തമ്പാനൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ALR ഞാൻ നോക്കുകയാണ്. അത് ഏകദേശം -9.8 ഡിഗ്രി സെൽഷ്യസ് പെർ 1 കിലോമീറ്റർ എന്ന തോതിലായിരിക്കും ടെമ്പറേച്ചർ കുറയുക. 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ -9.8 ഡിഗ്രി സെൽഷ്യസ് കുറയും. ഇതേ റേറ്റിൽ തന്നെ ആയിരിക്കും അമേരിക്കയിലും കുറയുക.
തിരുവനന്തപുരത്തെ അതേ റേറ്റ് തന്നെയായിരിക്കും അമേരിക്കയിലും കുറയുക. കോഴിക്കോടും ഇതേ റേറ്റ് തന്നെയായിരിക്കും. ഇനി കൊല്ലത്താണെങ്കിലും ഇതേ റേറ്റ് തന്നെയായിരിക്കും. പിടികിട്ടിയോ? ഇത് രാത്രിയായാലും ഇതേ റേറ്റാണ്, പകലായാലും ഇതേ റേറ്റാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് ALR. അപ്പൊ ALR എന്താ പറയണേ? മുകളിലേക്ക് 1 കിലോമീറ്റർ പോയാൽ ഏകദേശം 9.8 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചറിൽ കുറവ് കാണാൻ സാധിക്കും. അപ്പൊ എന്താണ് ELR? എന്താ ELR? ELR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ വെർട്ടിക്കൽ പ്രൊഫൈൽ മാത്രം നോക്കുന്ന കേസാണ് ELR. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ വെർട്ടിക്കൽ പ്രൊഫൈൽ മാത്രമേ അവിടെ നമ്മൾ പഠന വിധേയമാക്കുന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ വെർട്ടിക്കൽ അറ്റ്മോസ്ഫിയർ അല്ല കൊല്ലത്ത്, ആ വെർട്ടിക്കൽ അറ്റ്മോസ്ഫിയർ അല്ല കോഴിക്കോട്, ആ വെർട്ടിക്കൽ അറ്റ്മോസ്ഫിയർ അല്ല നിലമ്പൂര്. ഓരോ സ്ഥലത്തെയും വെർട്ടിക്കൽ അറ്റ്മോസ്ഫിയർ മാത്രം. ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിലാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്തെ വെർട്ടിക്കൽ അറ്റ്മോസ്ഫിയർ മാത്രമേ അവിടെ നമ്മൾ പഠന വിധേയമാക്കുന്നുള്ളൂ. അത് രാവിലെയുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കത്തില്ല ഉച്ചയ്ക്ക്. അപ്പൊ സമയം അനുസരിച്ച് മാറാം, സ്ഥലം അനുസരിച്ചിട്ടും മാറാം. പക്ഷേ ALRO എപ്പോഴും ഒരേ സാധനം. ഓക്കെ, അപ്പോ ഈ ALRും ELRും ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഏത് രീതിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ELR ആണ് കേസ് 1 ആണ്. ELR ALRനേക്കാൾ കൂടുതലാണെങ്കിൽ, ELR ALRനേക്കാൾ കൂടുതലാണെങ്കിൽ അത് സൂപ്പർ അഡിയാബാറ്റിക് കണ്ടീഷനാണ്. കേസ് 2 ELR ALRനേക്കാൾ കുറവാണെങ്കിൽ അത് സബ് അഡിയാബാറ്റിക് കണ്ടീഷനാണ്. കേസ് 3 ELR നെഗറ്റീവ് ആണെങ്കിൽ അത് ഇൻവേർഷൻ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ നോർമൽ കേസാണ് ഇവിടെ നെഗറ്റീവ്. അപ്പൊ ഇതിന്റെയും നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും തോറും ചൂട് കൂടിക്കൂടി വരുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ കേസ്. കേട്ടോ? ഇനി 4 ELR ഈക്വൽ ടു ALR. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? ന്യൂട്രൽ. അപ്പോൾ ഇതാണ് 4 കേസസ് അല്ലെങ്കിൽ 4 ടൈപ്സ് ഓഫ് ലാപ്സ് റേറ്റ്. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. ഇനി നമുക്ക് ആ ചോദ്യത്തിനെ പറ്റി കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഏതൊക്കെ എലിവേഷനിലെയാണെന്നും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് ഏത് ലാപ്സ് റേറ്റിലെയാണെന്നാ. അപ്പൊ നമ്മൾ എന്താ നോക്കണ്ടേ? ALR നമുക്കറിയാം. ALR എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ലേ? ALR എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റാ, -9.8 ഡിഗ്രി സെൽഷ്യസ് പെർ 1 കിലോമീറ്റർ. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ELR കണ്ടുപിടിക്കുക, ALRുമായി കമ്പയർ ചെയ്യുക. ഇത്രയല്ലേ ഉള്ളൂ നോക്കാൻ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ELR എങ്ങനെ കണ്ടുപിടിക്കാം? ELR ഈസ് ഈക്വൽ ടു എന്താ? DT by DZ. ELR എന്ന് പറഞ്ഞാൽ DT by DZ. അപ്പൊ എന്താ DT? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എത്രയാ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? 15.7 മൈനസ് 21.25 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. എത്ര? 444 മൈനസ് 4 ഇൻറ്റു 1000. എന്ത് ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ? ആ 1000 എവിടുന്ന് വന്നു? ഇത് 1 മീറ്ററിന്റെ അല്ലേ ആവത്തുള്ളൂ. നമ്മുടെ കയ്യിൽ 9.8 ഡിഗ്രി സെൽഷ്യസ് ഞാൻ എഴുതിയിരിക്കുന്ന 1 കിലോമീറ്ററിലെ അല്ലേ. അപ്പൊ ആ 1 കിലോമീറ്ററിലേക്ക് മാറ്റാനായിട്ടാണ് ഞാൻ ഇവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? -12.6 പെർ കിലോമീറ്റർ എന്ന് കിട്ടുന്നു. -12.6 പെർ കിലോമീറ്റർ എന്ന് കിട്ടുന്നു അല്ലേ? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ -9.8 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ. ഈ -12.6 പെർ കിലോമീറ്റർ എന്നുള്ള വാല്യൂ അല്ലേ കൂടുതൽ റേറ്റിൽ അവിടെ കുറയുന്നത് അല്ലേ? ഇതല്ലേ ഗ്രേറ്റർ. നെഗറ്റീവ് നോക്കണ്ട, പെർ കിലോമീറ്റർ എന്നുള്ള രീതിയിലല്ലേ എടുക്കുക. അപ്പോൾ അവിടെ നെഗറ്റീവ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ELR ആണ് ALRനേക്കാളിലും കൂടുതൽ. സോ ഇറ്റ് ഈസ് സൂപ്പർ അഡിയാബാറ്റിക് കണ്ടീഷൻ.
ഇറ്റ് ഈസ് സൂപ്പർ അഡിയാബറ്റിക് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ആകെ ഒരു 15 മിനിറ്റ് താഴെ എടുത്തുള്ളൂ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനും ഈ ഒരു പ്രോബ്ലം ചെയ്യാനും, അല്ലേ? ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഈ ടൈപ്പ് വരുന്ന എങ്ങനെയുള്ള ചോദ്യമാണെങ്കിലും നമുക്ക് വളരെ എളുപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ഹൗ വി കണ്ടക്ട് അവർ ക്ലാസ്സസ് ഫോർ യു. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് ഇനിയും കാണാം. Start your preparations for engineering competitive exams from top educators. Learn from the best.